السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اتقوا الله عباد الله. സുരഹാദരനീയരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസിനികളെ, നമ്മയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്ക് അർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ചതമ്പുരാൻ്റെ വിധി വിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടൊന്നും നിങ്ങളെയും ബലത്തായി വസീയത്ത് ചെയ്യുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകാഗിയിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പ്രാപ്തമാക്കി അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സൂറത്തെ ലുഖ്മാൻ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് സാരാർത്ഥത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 5 മിനിറ്റ് സമയം കൊണ്ട് സാരാർത്ഥം പറയുവാൻ സാധിക്കില്ല. അതോടുകൂടി ചെറിയ വിശദീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ധാരാളം സുപ്രധാനമായ ധാരാളം വിശദീകരണങ്ങൾ 1 മുതൽ 6 വരെ ആയത്തുകളാണല്ലോ നമ്മൾ ഓതി കൽപ്പിച്ചത്. ഉസ്താദെ ധാരാളം മനസ്സാക്കേണ്ടതുണ്ട്. നമ്മുടെ അമാനി മൗലവി തഫ്സീറിൽ നിങ്ങൾ പോയിട്ട് അക്കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കണം. ഞാൻ ഒരു സൂചനകൾ മാത്രം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം ഇതേപോലെയുള്ള കേവലം അക്ഷരങ്ങൾക്ക് തുടങ്ങിയ മറ്റ് സൂറത്തുകൾക്ക് മുമ്പ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ അലിഫിന് മദ് കൊടുക്കേണ്ട. ലാമിന് 6 അലിഫിൻ്റെ മദ്, മീമിന് 6 അലിഫിൻ്റെ മദ് കൊടുക്കണം. അപ്പോൾ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിന് അർത്ഥം പറയാനും പാടുള്ളതല്ല. അർത്ഥം പറയുക, തഫ്സീർ പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാകുന്നു. പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, പല തഫ്സീറുകളും എഴുതിയിട്ടുണ്ട്, ധാരാളം തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും അപകടം. ഖൗലി റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യത്തിന് പണ്ഡിതന്മാർ എഴുതി തഫ്സീർ എഴുതി പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചുകൂടാ. പണ്ഡിതന്മാരല്ല അവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാരായിരുന്നെങ്കിൽ അവരങ്ങനെ എഴുതുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആനോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ ഉണ്ടായിരിക്കണം. അതാണ് ഇൽമ്. നബി അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബന്മാർ നബി സാഹിബ് മാർഗം അത് പ്രവർത്തിച്ചതുണ്ടാവണം. അതാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്, സ്വീകരിക്കേണ്ടത്. സാഹിബന്മാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സഹിയായ ഹദീസുകൾ. അതില്ലാതെ ഓരോരുത്തരത് എന്ത് ചെയ്യുന്നു, അങ്ങനെ എഴുതുക. അവസാനം എഴുതുന്നു അല്ലാഹു ആലം എന്ന്. അപ്പോൾ ആ പറഞ്ഞൊക്കെ ബാധ്യതയായില്ലേ? ഒന്നുണ്ടാക്കിയതിന് ശേഷം ഒന്ന് മുറിഞ്ഞ മാതിരിയായി. മനസ്സിലായില്ലേ? സ്കീരിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ പറഞ്ഞൊരു കാര്യം? അത്ര സമയം നമ്മൾ ചെലവഴിച്ചുകൊണ്ട് അറബിയിലാണ് എന്ന് എഴുതിയിട്ട് അത് നമുക്ക് സ്വീകരിച്ചുകൂടാ. അള്ളാഹ് പറഞ്ഞതാണോ അള്ളാഹ് റസൂൽ പറഞ്ഞതാണോ? അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണം സൂറത്ത് ആൽ ഇമ്രാൻ ഇന്ന് 3-ാമത്തെ സൂറത്ത് 6-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം. തിൽക്ക അവ, അത്. ദാലിക്കൽ കിതാബ് നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, അത് അവ എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൻ്റെ അതല്ലല്ലോ നമ്മൾ കയ്യിലോ. നമുക്ക് തോന്നുന്നു കയ്യിലല്ല നമ്മൾ ഗ്രന്ഥമുള്ള. അത് എന്തിനാ പറയുന്നത്? അള്ളാഹുവിൻ്റെ ഇത് നമ്മൾ അതിൻ്റെ കോപ്പിയാണ്. ഒറിജിനൽ കോപ്പി അള്ളാഹിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ആ ഗ്രന്ഥം. മനസ്സിലായല്ലോ? തിൽക്ക ആയാത്തുൽ കിതാബ് അവ എന്താവുന്നു? ഹക്കീം. ആയാത്തുൽ കിതാബിൽ ഹക്കീം. തത്വപ്രധാനമായ, ദൃഢപ്രധാനമായ, ഹക്കീം ആയ വേദഗ്രന്ഥത്തിലെ ആയത്തുകളാകുന്നു. അങ്ങനെ മനസ്സിലാക്കുക. ഹക്കിമത്തിനൊക്കെ ധാരാളമായി വിശദീകരണം നൽകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വിശദീകരണങ്ങൾ ധാരാളമുണ്ട്. ഇനി ഊതീത്തുൽ ഖുർആന മിസ്ലുഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അത്ര വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്താണ് സഹിഹായ തഫ്സീർ. അതാണ് തത്വജ്ഞാനം എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ പഠിച്ചറിയണം. ഖുർആൻ മാത്രമല്ല, നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തത്വജ്ഞാനമാണ് നമ്മൾ പ്രധാനമായി സ്വീകരിക്കേണ്ടത്. ഖുർആനിൽ എന്തല്ല കൽപ്പനകളാണുള്ളത്. വിരോധനങ്ങൾ ചെയ്യരുത്, ചെയ്യുക. എങ്ങനെ നമസ്കരിക്കേണ്ടത്, എങ്ങനെ നോമ്പ് നോക്കേണ്ടത്, എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടതെന്നുള്ള
അതിന് വിശീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ എന്താണ് അത് പഠിപ്പിച്ചു തരാനാണ് പ്രവാചകനെ അയച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ്റെ ചര്യയായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. സംസ്ഥക്കാരൊക്കെ തന്നെ ഖുർആനിന് ആയത്ത് ഓതാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മരിച്ചവരോട് സഹായം ചോദിക്കാൻ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത്. അതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തോ? അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇല്ല, പഠിപ്പിച്ചു കൊടുത്തില്ല. മരിച്ച മഹാന്മാരോട് സഹായം ചോദിക്കാനൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. അത് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടാൻ ഉംറയ്ക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ എന്തിന് റസൂലുള്ളാഹിനോട് പാപമോചനം തേടാൻ അള്ളാഹ് പഠിപ്പിച്ചു, റസൂൽ പഠിപ്പിച്ചു? ഇല്ല. കൂട്ടിമാറ്റിയാണ് ആയത്തുകൾ. ഇന്നപോലെ സ്വലാത്ത് നഗറിൽ കൊണ്ടുപോകുന്ന 27 രാവിൻ്റെ അന്ന്. എന്നിട്ടോ നബിയേ ഞങ്ങൾ പാപ്പികളാണ്, ഞങ്ങൾ പാപ്പം കൊടുത്തേണേ, അത് ജായിസാണ് എന്നാണ് അവരുടെ വാദം. അത് ഇസ്തിഹാസ ജായിസ് ആണ് എന്നാണ് ആ ഒരു സമസ്തക്കാർ. അതാണല്ലോ നമ്മളെ കേരള ജംഇയ്യത്തുൽ ഉലമ അവരെന്തായിരുന്നു 926 ഇറങ്ങിപ്പോന്നാണ്. എന്തായിരുന്നു അവർ പ്രശ്നം? ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ പ്രബോധനം ചെയ്യാം. മാ ആന അലൈഹി വസ്ഹബി എന്നതായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമേയം. അത് ഖുർആൻ ഹദീസ് അനുസരിച്ച് വേറെ പ്രമേയമില്ല, പ്രബോധനം ചെയ്യാം. അങ്ങനെ മൗലൂദ് റാത്തീബ് ഹദ്ദാബ് കുത്തുബൈത്തുകൾ വരച്ചുള്ള സാഹിത്യാർത്ഥങ്ങൾ വഫാത്തായ പ്രവാചകങ്ങൾ പാപമോചനങ്ങളൊക്കെ തെറ്റാണ്, അത് ശിർക്കാണ്, അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇറങ്ങിപ്പോന്നു അൽ ഇസ്തിഹാസ ആ ജായിസുൻ, അത് ഇസ്തിഹാസ ജായിസാവുന്നു. ഇതുമാതിരി ഇപ്പോൾ നമ്മളെ വിശദംകാർ പ്രമേയം എഴുതിയല്ലോ. ചെറിയ വിഷയമല്ലത്, വലിയ വിഷയമാണ്. എന്തേ? അൽ ഇസ്തിഹാസ ബിൽ ജിന്നോൾ ഇസ്തിഹാസ എന്തുണ്ട്? അത് വസീലത്ത് മുസായിൽ ശിർക്ക് ആവുന്നു എന്ന് അവർ പ്രമേയം എഴുതിയിരിക്കുകയാണ്. വസീലത്ത് മുസായിൽ ശിർക്ക് ആണ് എന്നാണ് പ്രമേയം എഴുതിയിരിക്കുന്നത്. ആദ്യം ജായിസ് എന്നായിരുന്നു, പിന്നെ വസീലത്ത് എന്നായിരുന്നു, വസീലത്ത് ശിർക്ക് എന്ന്. വസീലത്ത് മുസായിൽ ശിർക്ക് ഇപ്പോൾ അവർ ഔദ്യോഗികമായി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എഴുതുവാൻ അള്ളാഹു തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ തെളിവ് ഇതുമായി എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാത്തൊരു തെളിവ് ഉണ്ടാക്കിയാൽ എന്നുള്ള അത് ശിർക്കാവുന്നു. അം ലഹും ശുറകാഉ ശറഉ ലഹും മിന ദീൻ മാ ലം യഅ്ദൻ ബില്ലാഹ്, അള്ളാഹു അനുവദിച്ചു തരാത്ത കാര്യങ്ങൾ മത നിയമമായി ശറഈയായി അനുവദിച്ചു കൊടുക്കുന്ന വല്ല പങ്കാളികളും അവർക്കുണ്ടോ? അപ്പോൾ പങ്കാളികൾ ഉണ്ടാക്കുകയാണത്. അങ്ങനെ ചെയ്തുകൂടാ, പറഞ്ഞുകൂടാ. പ്രമേയം അതും റസൂൽ പഠിപ്പിക്കാതെ പ്രമേയം പണ്ഡിതന്മാർക്ക് പറഞ്ഞുകൂടാ, എഴുതിക്കൂടാ. ഉണ്ടാക്കിയാൽ അത് ശിർക്ക് ചെയ്യുന്ന തുല്യമാണെന്ന് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തുടങ്ങും. അതേപോലെ തന്നെ അവയെ പിൻപറ്റലോ, അണികൾ പിൻപറ്റിയാലോ അത് അവർക്ക് ഇബാദത്താകുന്നു എന്ന് ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന ആയത്തിന് വിശദീകരണമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹ ഹദീസിൽ ഓടിപ്പിച്ചു തന്നിട്ട്. അപ്പോൾ അത്ര അത് രണ്ടും മനസ്സിലാക്കുക. പണ്ഡിത പുരോഹിതന്മാരുടെ ഫത്വയെ എന്ത് ചെയ്യുക? നമ്മൾ മാനിക്കേണ്ട. അള്ളാഹ് പറഞ്ഞോ, അള്ളാഹ് റസൂൽ പറഞ്ഞോ, ഹദീസുണ്ടോ, ഖുർആനുണ്ടോ, അതാണ് പ്രമാണം. അല്ലാത്ത പ്രമാണത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ. വളരെ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ഹുദൻ റഹ്മത്തുൽ മുഹ്സിനീൻ, ഹുദയാണ്, റഹ്മത്താണ് മുഹ്സിനീങ്ങൾക്ക്. ഉദാഹരണം മാർഗദർശനമാണ്, റഹ്മത്ത് കാരണമാകുന്നു മുഹ്സിനീങ്ങൾക്ക്. മുഹ്സിനീങ്ങളുടെ ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി ജിബ്രീൽ അലൈഹിസ്സലാമക്ക്. ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. ഒരു വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് മുട്ടോട് ചേർത്തിക്കൊണ്ട് എന്താണ് ഈമാൻ കാര്യം, എന്താണ് ഇസ്ലാം കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അറിഞ്ഞു. സാഹിബിമാർക്ക് ആർക്കും അറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാം ആണ് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ചോദിച്ചറിഞ്ഞ് അദ്ദേഹം പുറത്ത് ഇറങ്ങിപ്പോയി. അവസാനം ചോദിച്ചു, പല കാര്യം ചോദിച്ചു, ഖിയാമത്തിനെ സംബന്ധിച്ച് ചോദിച്ചു. ഒരു കാര്യപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം ചോദിച്ചത് എന്താ ഇഹ്സാൻ എന്താണ് ചോദിച്ചു. അപ്പോൾ പ്രാധാന്യമുണ്ട്. ഈമാൻ കാര്യം പഠിക്കണം, ഇസ്ലാം കാര്യം പഠിക്കണം, ഇഹ്സാനും പഠിക്കണം. മുഹ്സിനീങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ട്. ഒരു അർത്ഥമാണ് ഞാൻ പറയുന്നത്. അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഒരു ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ട്. അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കലാകുന്നു, കഅന്നക തറാഹു, നീ അവനെ കാണുന്ന പോലെ, ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് മാത്രം ആരാധിക്കുക. അള്ളാഹു നമസ്കാരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യച്ചയിൽ പോകാതെ അള്ളാഹുവിന് മനസ്സിൽ കാണാൻ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട് ഒരു ബോധം നമുക്കുണ്ടാകണം. ഒരു ദിക്റുല്ലാഹ് അക്ബർ, അള്ളാഹുവിനെ അങ്ങനെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും വമ്പിച്ച കാര്യമാകുന്നു. ഇതുവരെ വളരെ ധാരാളം പുണ്യങ്ങളുണ്ട്. ആ പുണ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നു. എന്നാ ഒരുവനൊക്കെ അല്ല അവിടെ പറഞ്ഞു യുദ്ധം ചെയ്യാൻ പോയി, കേട്ടോ, അവന് സമ്പത്ത് നഷ്ടപ്പെട്ടു, അവനും എന്ത് ചെയ്തു? ഷഹീദായിപ്പോയി. എങ്കിൽ അവനാണ് അതിൽ താഴെ ഓരോന്ന് വിശദീകരിച്ച് തന്നു. ദിക്റുല്ലാഹു അക്ബർ എന്നുള്ള പുണ്യം സ്വർണം വെള്ളിയും നിങ്ങൾ കൂമ്പാരമായി ചിലവഴിക്കുന്നതിനേക്കാളും ഉത്തമമായ കാര്യമാണ്.
അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമസ്കാരത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിനെ ധാരാളം ഓർത്തുകൊണ്ടിരിക്കുക. അത് വളരെ കാര്യമാകുന്നു. നന്മയുള്ള ആളുകൾക്കാണ്, നന്മ മുസ്ലിങ്ങൾക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക, സാധിക്കുക. ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ശേഷം അതിന് വിശദീകരണം പറയുന്നു. അല്ലദീന, ആരാണ് മുസ്ലിങ്ങളെ? ആരാണ് മുസ്ലിങ്ങളെ? യഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നു. വൈദ്യരില്ല എങ്കിൽ പള്ളിയിൽ വന്നിട്ട് തന്നെ ജമാഅത്ത് നമസ്കാരം നമസ്കരിക്കുന്നു, ഇമാമിനോട് നമസ്കരിക്കുന്നു, വീട്ടിൽ നിന്ന് നമസ്കരിക്കൂല. വൈദ്യരുണ്ടെങ്കിൽ ആവാമല്ലോ. വൈത്തൂന സക്കാത്ത, സക്കാത്ത് ഒരു കൊടുക്കുന്നു, നിർബന്ധദാനം കൊടുക്കുന്നു. ഉഹും ബിലാഹി യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇമാം കാര്യങ്ങൾ ധാരാളമുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ ഒക്കെ പ്രാർത്ഥിമാക്കുന്നവരാണ് ചുരുക്കി മനസ്സിലാക്കുക. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, അതെ അക്കൂട്ടർ അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിലാകുന്നു, സന്മാർഗത്തിലാകുന്നു. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികളും. അങ്ങനെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒമിനന്നാസി, മനുഷ്യരുണ്ട്, മൈസ്തരി ലഹുൽ ഹദീസി, ലഹുൽ ഹദീസ് വാങ്ങുന്നവരെ. ലഹുൽ ഹദീസിനെ പറ്റി വിശദമായിരുന്നു ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കേണ്ടതിൻ്റെ ഹദീസുകളോടുകൂടി ഇൻഷാ അല്ലാഹ്. ലഹുൽ ഹദീസ്, ലഹുൽ ഹദീസ് പാഴ് വർത്തമാനങ്ങൾ വാങ്ങുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് ലഹുവിൽ അന്യചിന്തകൾ അള്ളാഹുവിൻ്റെ ദിക്ർ, വല ദിക്റുല്ലാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യുക, ഓർക്കുക എന്ന് വലിയ കാര്യമാകുന്നു. ആ കാര്യത്തിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ലഹുവായ കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത പാഴ്വേലകൾ, അങ്ങനെ ലഹുവുൽ ഹദീസ്, നേരം പോക്കുള്ള വർത്തമാനങ്ങൾ, പ്രവൃത്തികൾ, വർത്തമാനങ്ങൾ, നേരം പോക്ക്, അതൊന്ന് കളിയാ. ഖുർആൻ ഹദീസോ അല്ലെങ്കിൽ ദീനിയായ പ്രവർത്തനങ്ങൾ നേരം പോക്കല്ലല്ലോ അത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ നിൽക്കലിൽ നിന്നും വിട്ടാകുന്നത് കൊണ്ട് ലഹുൽ ഹദീസ് നാടകമായിരിക്കാം, കളിയായിരിക്കും, ചിരിയായിരിക്കാം, തട്ടായിരിക്കും, കൊട്ടായിരിക്കാം, പിന്നെ പല പ്രകടനങ്ങളായിരിക്കാം, ഡാൻസ് ആയിരിക്കാം, പലതും എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ ലഹുൽ ഹദീസ്. വിനോദ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ലഹുൽ ഹദീസാണ്. വിശദമായി അക്കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റു സാന്ത്വനം കിട്ടുമ്പോൾ ലഹുൽ ഹദീസ് എന്നെ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഏതാനും ഹദീസുകളും ഉൾപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമിനന്നാസി, മനുഷ്യരുണ്ട്, മൈസ്തരി വാങ്ങുന്നവരുണ്ട്, ലഹുൽ ഹദീസ് ലിയുദില്ല സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വഴി പിഴച്ചു പോകുവാൻ, ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ, വയത്തഖിദഹാ ഹുസുവാ, പരിഹാസമാക്കി തീർക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തെ പരിഹാസമാക്കി തീർക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളൊക്കെ പരിഹാസമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഉണ്ടാ അള്ളാഹുവിൻ്റെ മാർഗം തെറ്റിച്ച് കറിയാൻ അൽവും കൂടാതെ അത് പരിഹാസമാക്കി തീർന്നു. അള്ളാഹുവിൻ്റെ മാർഗം സ്വലാത്ത് മുസ്തഖീം, ചൊവ്വായ പാത, സ്വലാത്തുല്ലദീന അൻഅംത നീ അനുഗ്രഹിച്ച പാത, സാബി, അത് തന്നെ അതിനെന്തെയ്യുന്നു പരിഹാസമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്, ഹീനമായ ശിക്ഷയുണ്ട്, കടുത്ത ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവസാനിപ്പിച്ചത്. തൊട്ട് മുമ്പിൽ വിജയികളുടെ അടയാളം പറഞ്ഞു, ശേഷം പറഞ്ഞത് ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം. ഖുർആൻ അങ്ങനെ തന്നെയാണോ? സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ നരകത്തെ പറ്റി പറയും, നരകത്തെ പറ്റി പറഞ്ഞാൽ സ്വർഗത്തെ പറ്റി പറയും, ഹറാമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ പറയും, വിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ നിർബന്ധ കൽപ്പനകൾ പറയും. ഇങ്ങനെയുള്ള ഇങ്ങനെ സത്യാസത്യ വിവേചന ഗ്രന്ഥമാണുള്ള വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞാൻ ഹദീസുകൾ ഇനി പ്രത്യേകം സമയം ചെലവഴിക്കുന്നില്ല. ഞാൻ ഹദീസുകൾ ഏകദേശമൊക്കെ പറഞ്ഞല്ലോ ഈ ഖുർആനിൻ്റെ വിശദീകരണമായി കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെന്ത് ചെയ്യണം? ലഹുൽ ഹദീസിൽ പോകാൻ പാടില്ല. വല ദിക്റുല്ലാഹു അക്ബർ, അള്ളാഹു ഓർക്കുക എന്നുള്ള കാര്യം എപ്പോഴും ഏത് സന്ദർഭത്തിലും നമ്മളെന്ത് ചെയ്യുക? ഓർത്തുകൊണ്ടിരിക്കുക. നമസ്കാരത്തിൽ മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും നമ്മൾ സത്യവിശ്വാസികളാണ്, നമ്മൾ പരലോകത്ത് വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു വിശ്വസിക്കുന്നവരാണ്, പ്രവാചകൻ വിശ്വസിക്കുന്ന, പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അത് എപ്പോഴും പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും പാഠ്യമാക്കിക്കൊണ്ടും നന്മ കണ്ടാൽ തിന്മ കണ്ടാൽ വിരോധിച്ചുകൊണ്ടും നന്മ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ജീവിക്കുന്ന മാതൃകളായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم أنت المستعان وإليك البلاغ لا حول ولا قوة إلا بالله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അള്ളാഹുവേ, പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകൾ ധാരാളം ഞങ്ങൾക്കുണ്ട്. എല്ലാ പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം. അവയിൽ നിന്നൊക്കെ തന്നെ നീ ഞങ്ങൾക്ക് തുറവി നൽകിയാണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളോട് പലരും ദുആക്ക് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഒക്കെ തന്നെ എല്ലാ പ്രയാസങ്ങളും ഞെരുക്കളിൽ നിന്നും നീ രക്ഷ നൽകിയാണമേ തമ്പുരാനെ. അള്ളാഹുവേ, മരണാന്തരിയും പരലോക ജീവിതം ഞങ്ങൾ മുമ്പിലുണ്ട്. ഞങ്ങൾ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുമുണ്ട്. അദ്ദേഹത്തിനും ഞങ്ങൾക്കൊക്കെ തന്നെ ആ മരണത്തോടുകൂടി സന്തോഷകരമായ ഒരു ജീവിതം നീ ഉണ്ടാക്കി തരണമേ. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് നീ പുറത്തു തരണേ. അല്ലാഹുമ്മ ഫർലുഹു വർഹം ലനാ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.